അവസാന 16-ൽ യൂറോപ്പിന്റെ ചാമ്പ്യന്മാരാകാൻ പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കുണ്ടായിരുന്ന സാധ്യത ഏകദേശം 80%. എന്നാൽ പ്രീ ക്വാർട്ടറിലെ ആദ്യ പാദം പൂർത്തിയാകുമ്പോൾ പ്രീമിയർ ലീഗ് ടീമുകൾ അടിപതറി വീഴുന്നതാണ് കണ്ടത്. മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, ലിവർപൂൾ, ടോട്ടനം, ആഴ്സണൽ, ന്യൂകാസൽ എന്നീ 6 ക്ലബ്ബുകളിൽ ഒരു ടീമിന് പോലും ആദ്യപാദം ജയിക്കാൻ കഴിഞ്ഞില്ല. ഗ്ലാമർ പോരാട്ടമായ റയൽ സിറ്റി മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് പെപ്പിന്റെ സിറ്റി തോൽവി ഏറ്റുവാങ്ങിയത്. കിലിയൻ എംബാപ്പെ അടക്കം പ്രമുഖ താരങ്ങളില്ലാതെ ഇറങ്ങിയിട്ടും മാഡ്രിഡിനെ തകർക്കാൻ സിറ്റിക്കായില്ല. ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിലെ തോൽവിക്ക് നിലവിലെ UCL ജേതാക്കളായ PSG പ്രതികാരം ചെയ്തതോടെ ചെൽസി 5-നെതിരെ 2 ഗോളുകൾക്ക് വീണു. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഇറങ്ങിയ ടോട്ടനവും 5-2 മുട്ടുകുത്തി. ലിവർപൂൾ ആകട്ടെ ഗലറ്റസറയുടെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെട്ടപ്പോൾ ചരിത്രത്തിലാദ്യമായി ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ മത്സരത്തിനിറങ്ങിയ ന്യൂകാസൽ യുണൈറ്റഡ് ബാഴ്സയുമായി സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ആഴ്സണൽ അവസാന മിനിറ്റിൽ നേടിയ പെനാൽറ്റി ഗോളിലൂടെ ലെവർകൂസനിൽ നിന്ന് കഷ്ടിച്ച് സമനില പിടിച്ചു. ആദ്യപാദ മത്സരങ്ങൾ കഴിഞ്ഞതോടെ 80% ഉണ്ടായിരുന്ന കിരീട സാധ്യത പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്ക് 50%-ൽ താഴെ മാത്രമായി ചുരുങ്ങി. രണ്ടാം പാദത്തിൽ 3 ഗോളിന്റെ കടവുമായി പ്രീമിയർ ലീഗിലെ 3 ടീമുകളാണ് ഇറങ്ങുന്നത്. മാർച്ച് 17-ന് ആരംഭിക്കുന്ന രണ്ടാം പാദ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തുമോ പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ? അതോ പരാജയപ്പെട്ട് പുറത്താകുമോ? ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.